അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പുതിയ മോഡൽ ഓൾമോസ്റ്റ് എല്ലാ ഹെൽമെറ്റ്സിലും വരുന്ന ഒരു ഫീച്ചേഴ്സ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ സൈഡ്സിൽ വരുന്ന സ്പോഞ്ചും കാര്യങ്ങളൊക്കെ നമുക്ക് ഇപ്പോൾ ഡേർട്ട് ആയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നന്നായിട്ടിപ്പോൾ നനഞ്ഞിട്ടുണ്ടെങ്കിൽ അതല്ലാന്നുണ്ടെങ്കിൽ ഉള്ളിൽ വല്ല ജീവികളോ കൂറിയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഡാമേജ് ആകാനുള്ളൊരു സാധ്യതയുണ്ട്. ഒന്നുകിൽ നമുക്ക് ഇതിൻ്റെ ഫോംസ് വരുന്നുണ്ട്, ക്ലീൻ ചെയ്യാനുള്ള ഫോംസ് വരുന്നുണ്ട്, അത് യൂസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും എടുത്ത ശേഷം നമുക്ക് വാഷ് ചെയ്തിട്ട് റീഫിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കവർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഈ ഹെൽമെറ്റിൻ്റെ ഉൾവശം പൊള്ളയായിട്ടാണുള്ളത്. അതിൻ്റെ ജസ്റ്റ് ബോഡി മാത്രമാണ് വരുന്നത്. ഉള്ളിലുള്ള എല്ലാ മെറ്റീരിയൽസും ഞാൻ പുറത്തോട്ട് എടുത്തു മാറ്റിയിട്ടുണ്ട്. ഇതാണ് നമ്മളെ ഹെഡ് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന മെയിനായിട്ടുള്ള ഒരു ഡിവൈസ്. തെർമോക്കോളിൻ്റെ പീസാണിത്. തെർമോക്കോളിൻ്റെ പീസ് നമ്മളെ ഹെഡിൻ്റെ, അതായത് തലയുടെ ഷേപ്പിൽ കൃത്യമായിട്ട് കട്ട് ചെയ്തെടുത്ത ഒരു സിസ്റ്റമാണ് ഇത് വരുന്നത്. ഇതാണ് നമ്മളെ തല പ്രൊട്ടക്റ്റ് ചെയ്യാൻ ആയിട്ട് മെയിനായിട്ടുള്ള ഒരു ഉപാധി. അപ്പോൾ നമ്മൾ ഈ ഒരു പീസ് നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഈ ഒരു ഷേപ്പ് നോർമലുള്ള ഷേപ്പിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് ചിലപ്പം കയറണമെന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഷേപ്പ് ഒന്ന് വലിക്കുക, അതായത് നമ്മളൊന്ന് പ്രസ് ചെയ്യുന്ന സമയത്ത് ആ ഷേപ്പ് കുറച്ചും കൂടി വലുതായിട്ട് വരുന്നതാണ്. അത്യാവശ്യം ഫ്ലെക്സിബിലിറ്റി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് അതിൻ്റെ അകത്തോട്ട് കയറ്റിയിടാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഊരുന്ന സമയത്തും ഇത് ഊരണമെന്നില്ല, ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു ഇഷ്യൂസിന് ഉണ്ടെങ്കിൽ ആ ഒരു സമയത്ത് മാത്രമേ നമുക്കിത് ഊരേണ്ട ആവശ്യമുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ നോർമലായിട്ട് വരുന്ന സൈഡിൽ വരുന്ന സ്പോഞ്ചും ബാക്കിയുള്ള ഗാർഡ് കാര്യങ്ങളൊക്കെ മാത്രം ഊരുക. ഇത് അഥവാ നിങ്ങൾ ഊരിയിട്ടുണ്ടെങ്കിൽ ഇടുന്ന ആ ഒരു മെത്തേഡാണ് ഞാൻ കാണിക്കുന്നത്. അല്ലെങ്കിൽ ഊരാൻ സാധ്യതയുണ്ടെങ്കിൽ, ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം. ടോപ്പ് വശത്ത് കുറച്ച് ഫോഴ്സ് കൊടുക്കുക, അപ്പോൾ അതിൻ്റെ നോർമലുള്ള ഷേപ്പ് കുറച്ചും കൂടി വലുതാവും. അപ്പോൾ നമുക്ക് ഈ ഒരു തെർമോക്കോളിൻ്റെ പീസ് നമുക്ക് ഉള്ളിലോട്ട് ഈസി ആയിട്ട് കടത്തി വെക്കാൻ വേണ്ടി പറ്റും. അത് നമ്മൾ ഒന്ന് പരിശ്രമിച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ നോർമലായിട്ട് വരുന്ന സൈഡിൽ വരുന്ന ഗാർഡ് അല്ലെങ്കിൽ സ്പോഞ്ച് കാര്യങ്ങളൊക്കെ മാത്രം നമ്മൾ റിമൂവ് ചെയ്യുക. അത് റിമൂവ് ചെയ്യാൻ ഈസിയാണ്. രണ്ട് സൈഡ്സിൽ രണ്ട് അഡീഷണൽ ആയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ, അല്ലെങ്കിൽ നമുക്കതിൻ്റെ ബട്ടൺസ് ടൈപ്പ് വരുന്ന, അതായത് ആ സ്പോഞ്ചും നമ്മളെ ബോഡിയും യോജിപ്പിക്കുന്ന ആ ഒരു ഇതിന് വേണ്ടിയിട്ട് ബട്ടൺസിൻ്റെ ഒരു ഫെസിലിറ്റി വരുന്ന രണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ ഗാർഡ്സാണ് സൈഡിൽ വരുന്നത്. നമ്മളെ അതായത് ടൈറ്റാക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ക്ലിപ്പ് വരുന്ന ആ ഒരു പോർഷൻ രണ്ടിൻ്റെയും ഉള്ളിൽ ഹോള് വരുന്നുണ്ട്. ആ ഹോളിൻ്റെ ഉള്ളിലൂടെ എടുത്തിട്ട് ആണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. ഇതെവിടെയും ഫിക്സിംഗ് ഒന്നുമില്ല, ജസ്റ്റ് കയറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. അടുത്തായിട്ട് മെയിനായിട്ട് വരുന്ന ആ ഒരു സ്പോഞ്ചിൻ്റെ ലെയർ വരുന്നുണ്ട്. ടോപ്പ്, ഫ്രണ്ട്, അതുപോലെ തന്നെ ബാക്കിലൊക്കെ കവർ ചെയ്യുന്ന സ്പോഞ്ചിൻ്റെ ഒരു ലെയർ വരുന്നുണ്ട്. അത് മുൻവശത്ത് വരുന്ന ഒരു 3 ചെറിയ ക്ലിപ്പുണ്ട്. ആ ബോഡിക്ക് ഫിറ്റായിട്ട് തന്നെ അതിൻ്റെ ക്ലിപ്പ് വരുന്നുണ്ടാവും. അപ്പോൾ ഇത് നമ്മളതിൻ്റെ ഉള്ളിലോട്ട് കയറ്റി വെക്കുക, കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്യുക. നമുക്കിത് നല്ല വാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നല്ല ഇടക്കിടക്ക് ഒരു മന്തിലൊക്കെ വാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. നല്ല മെറ്റീരിയലാണ്. ഓൾമോസ്റ്റ് ഇപ്പോൾ എല്ലാ ഹെൽമെറ്റ്സിലും ഈ ഒരു ഫെസിലിറ്റി വരുന്നുണ്ട്. നമുക്ക് ക്ലീൻ ചെയ്തിട്ട് യൂസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഫോംസ് ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ക്ലീൻ ചെയ്ത് വൈപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ബാക്കിലോട്ടുള്ള ആ ഒരു പോർഷനിൽ ഒരു ഗ്യാപ്പ് വരുന്നുണ്ട്. ആ പോർഷൻ്റെ ഗ്യാപ്പിലോട്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ക്ലിപ്പ് സിസ്റ്റം വരുന്നത് ഉള്ളിലോട്ട് കയറ്റി വെക്കുക. ഈ കാണുന്ന പോലെ ഇപ്പോൾ ഈ സൈഡിൽ വരുന്ന പ്ലാസ്റ്റിക്കാണ്, അതായത് സ്പോഞ്ചിൻ്റെ കൂടെ എൻഡിലായിട്ടൊരു പ്ലാസ്റ്റിക് വരുന്നത്. അതാണ് നമ്മൾ ഈ ബോഡീൻ്റെ ആ ഒരു ഗ്യാപ്പിലോട്ട് കയറ്റി വെക്കുന്നത്. അത് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും വരുന്നുണ്ട്. ഇതുപോലെ നമുക്ക് കയറ്റി വെക്കാം. അപ്പോൾ ഇത് നമ്മളെ ബോഡിക്ക് ഫിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 2 ബട്ടൺസ് വരുന്നുണ്ട്. ഈ ഉള്ളിൽ വരുന്ന ആ ഒരു 2 ബട്ടൺസിലാണ് നമ്മളിത് പ്രസ് ചെയ്തിട്ട് പിടിപ്പിക്കുക. അപ്പോൾ ഈ രീതിയിലാണ് നമ്മളിത് ഫിക്സ് ചെയ്യുകയും അല്ലെങ്കിൽ റിമൂവ് ചെയ്യുകയും ചെയ്യുക. സിമ്പിളായിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇതിപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഹെൽമെറ്റ്സും ഏകദേശം സെയിം മെത്തേഡ്സിൽ തന്നെയാണ് വരിക. ചെറിയൊരു വീഡിയോ ആണ്, എല്ലാവർക്കും ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള സജഷൻസ്, കമൻറ്റ്സ് എല്ലാ കാര്യങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.